ഈ വർഷം ആദ്യമുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിന്ന് കരകയറുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ദുരന്തത്തിന്റെ വക്കിലാണ് ജപ്പാൻ. രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന പകർച്ചവ്യാധിയാണ് പുതിയ വില്ലൻ. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷന്റെ ഭീതിയിലാണ് ജനങ്ങളും ആരോഗ്യ വിദഗ്ധരും. 30% സ്ട്രെപ്റ്റോകോക്കൽ പകർച്ചവ്യാധികളും മാരകമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രോഗത്തെ പ്രതിരോധിക്കാനും രോഗാവസ്ഥയുടെ കാരണം കണ്ടുപിടിക്കാനുമാകാതെ വലയുകയാണ് ജപ്പാൻ ആരോഗ്യമേഖലയും ഉദ്യോഗസ്ഥരും. ആശങ്ക ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉയർന്ന മരണനിരക്കാണ് ഈ അപൂർവ രോഗാവസ്ഥയ്ക്ക് ഉള്ളത്. രാജ്യത്ത് സ്ട്രെപ്റ്റോകോക്കൽ വൈറസും പകർച്ചവ്യാധികളും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഗ്രൂപ്പ് എ ഗണത്തിൽപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കൽ രോഗത്തിന്റെ ഏറ്റവും കഠിനവും മാരകവുമായ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം പെട്ടെന്ന് ജനങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ആരോഗ്യ വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികളുടെ ഗണത്തിൽ തന്നെ പെടുന്നവയുമാണ്. സ്ട്രെച്ച് ഫീവർ എന്നാണ് ഇവയ്ക്ക് പൊതുവെയുള്ള പേര്. സ്ട്രെപ്റ്റോകോക്കസ് എ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നത്. നിലവിൽ അപകടകരമായ വകഭേദങ്ങൾ രൂപം കൊള്ളുന്നതിന് പിന്നിലെ കാരണവും കണ്ടെത്തിയിട്ടില്ല. NIAID പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം 941 കേസുകളാണ് ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2024 തുടങ്ങി ആദ്യ 2 മാസങ്ങളിൽ 378 കേസുകൾ ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. NIAID നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 50 വയസ്സിന് താഴെയുള്ള രോഗികൾക്കിടയിലാണ് ഗ്രൂപ്പ് എ സ്ട്രെയിൻ അണുബാധ മൂലം ഏറ്റവും കൂടുതൽ മരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പനിയും തൊണ്ടവേദനയുമാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളിലാണ് ഇവ അധികവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഭൂരിഭാഗം സ്ട്രെച്ച് ഫീവറുകളും നേരിയ പനിയായി മാറിപ്പോകുമെങ്കിലും ഒട്ടേറെ ആളുകൾക്ക് രോഗലക്ഷണങ്ങൾ മൂർച്ഛിക്കുകയും കൃത്യമായ ആരോഗ്യ പരിചരണം ആവശ്യമായി വരികയും ചെയ്യും. പരിചരണം ലഭ്യമായില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തും. അണുബാധയേറ്റ പ്രായമായവരിൽ ജലദോഷം, പനി പോലുള്ള ലക്ഷണങ്ങളാണ് ആദ്യം അനുഭവപ്പെടുക. എന്നാൽ അപൂർവ ഘട്ടങ്ങളിൽ അസഹനീയമായ തൊണ്ടവേദന, ടോൺസിലൈറ്റിസ്, ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഗുരുതരമായ കേസുകളിൽ ആന്തരികാവയവങ്ങളുടെ തകരാറിനും നെക്രോസിസിനും സ്ട്രെപ്റ്റോകോക്കസ് അണുബാധ ഇടയാക്കും. കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കിയതായാണ് കഴിഞ്ഞ വർഷം സ്ട്രെച്ച് ഫീവർ കേസുകൾ ഗണ്യമായി വർദ്ധിക്കാനുള്ള കാരണമെന്നാണ് ജപ്പാനിലെ ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കോവിഡ് വൈറസിന് സമാനമായി വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയുമാണ് സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ മറ്റുള്ളവരിലേക്ക് പടർന്നു പിടിക്കുക. കൈകാലുകളിലെ മുറിവുകളിലൂടെയും ഈ ബാക്ടീരിയ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. ആന്റിബയോട്ടിക് ചികിത്സയാണ് സ്ട്രെപ്പ് എ അണുബാധയുള്ളവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുക. ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ഭേദമാകുന്ന അസുഖമാണെങ്കിലും ഇൻഫെക്ഷൻ ശ്വാസകോശത്തിലേക്കും രക്തത്തിലേക്കും ബാധിച്ച് വഷളായാൽ അടിയന്തര ചികിത്സ അത്യാവശ്യമാണ്. ഈ അവസ്ഥ ഒഴിവാക്കാൻ തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ നൽകുകയാണ് ഉത്തമമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.